അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദുൽഹിജ്ജയിലെ ഈ ആദ്യ 10 വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ 10 ദിവസങ്ങളിൽ 10 സുന്നത്തുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസം സൂറത്തുൽ ഫജ്ർ പതിവാക്കൽ സുന്നത്താണ് എന്ന് അവലംബയോഗ്യമായ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫജ്ർ നാം ഈ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 ദിവസം വരെ പാരായണം ചെയ്യുക. 2, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം ആടുമാട് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം മാത്രം പറയലാണ് സുന്നത്ത്. അതാണ് പ്രബലമായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസം നോമ്പ് പിടിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്തുത ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കിതാബുകളിൽ കാണാം. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ദിൽഹിജ്ജ 9 വരെ നബി തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. നാലാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് അറഫ ദിവസം അഥവാ ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഹജ്ജിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടവന് അറഫ നോമ്പ് സുന്നത്തില്ല, അവൻ നോമ്പ് ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ദുൽഹിജ്ജ 8 നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ദുൽഹിജ്ജ 9 എന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടിയും ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ പെട്ടു എന്നുള്ള നിലക്കും സുന്നത്ത് വന്നു എന്നതുകൊണ്ടാണ് പ്രത്യേകത ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസം, അറഫ ദിവസം, ദുൽഹിജ്ജ 9 എന്നീ 2 പ്രത്യേകത അറഫ നോമ്പിനുമുണ്ട്. ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസം, അതേപോലെ അറഫ ദിവസം എന്നീ 2 പ്രത്യേകത അറഫ നോമ്പിനുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ആറാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങളിൽ സ്വതക്ക വർദ്ധിപ്പിക്കൽ ശക്തമായ സുന്നത്താണ്. റമദാൻ മാസത്തിന് ശേഷം സ്വതക്ക ചെയ്യാനും അത് വർദ്ധിപ്പിക്കുവാനും ഏറ്റവും മഹത്തമായത് ദുൽഹിജ്ജ ആദ്യ 10 ദിനരാത്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി സ്വതക്കകൾ ചെയ്യുക. ഏഴാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ്ജ 1 മുതൽ മൃഗത്തെ അറവ് നടത്തുന്നതുവരെ തൻ്റെ ശരീരത്തിലെ നഖം, മുടി, രക്തം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്നിവ നീക്കാതിരിക്കണം. നീക്കാതിരിക്കൽ സുന്നത്തും നീക്കൽ കറാഹത്തുമാണ്. നീക്കൽ അനിവാര്യമാണെങ്കിൽ കറാഹത്തില്ല. ഉദാഹരണം, പല്ലുവേദന കാരണം നമുക്ക് ആ പല്ല് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അത് നീക്കാവുന്നതാണ്. അത് നീക്കുന്നതിൽ കറാഹത്ത് വരുന്നുമില്ല. എട്ടാമത്തെ സുന്നത്ത് അറഫ ദിവസം സുബ്ഹ് മുതൽ അയ്യാമുത്ത ശരീഖിൻ്റെ അവസാന ദിനം മഗ്രിബിൻ്റെ സമയം പ്രവേശിക്കുന്നതുവരെ നിസ്കരിക്കപ്പെടുന്ന എല്ലാ നിസ്കാരങ്ങൾക്കുടനെയും, അത് ഇന്ന നിസ്കാരമെന്നില്ല, ഏത് നിസ്കാരത്തിനുടനെയും നിസ്കാരാനന്തരമുള്ള ദിക്റിൻ്റെ മുമ്പ് അഥവാ നിസ്കാരാനന്തരം കഴിഞ്ഞാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് തുടങ്ങുന്ന ദിക്റിലേക്ക് കടക്കും. അതിൻ്റെ മുമ്പ് തന്നെ തക്ബീർ ചൊല്ലലാണ് സുന്നത്ത്. ഈ തക്ബീറിന് മുഖയ്യദ് എന്നാണ് പേര് പറയുന്നത്. ഒമ്പതാമത്തെ സുന്നത്ത് ബലിപെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ തക്ബീറിന് മുർസൽ എന്നും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക, നിരന്തരമായി തക്ബീറുകൾ ചൊല്ലുക. പിന്നീട് അതിൻ്റെ ശേഷം നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ നാം ചൊല്ലുക.
10-ാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് പെരുന്നാൾ രാവ് വളരെ മഹത്വമേറിയതാണ്. ആ പെരുന്നാൾ രാവ് ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദുആക്ക് ഇജാബത്തുള്ള 2 രാവുകളിൽപ്പെട്ട 5 എണ്ണത്തിൽ പെട്ട രാവുകളിൽപ്പെട്ടതാണ്. 5 രാവുകളിൽപ്പെട്ട 2 എണ്ണമാണല്ലോ ബലിപെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും രാവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവുകളിൽ നാം ധാരാളമായി ഇബാദത്ത് ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ഈ 10 സുന്നത്തുകൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. വലിയ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളുമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.